കോഴിക്കോട് മുക്കം സഹകരണ ബാങ്കിൽ ക്രമക്കേട് നടത്തിയതിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന കോൺഗ്രസ് നേതാക്കളായ പ്രതികൾ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെത്തി ഷാൾ അണിച്ച സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ പരാതി. ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ പദവി ദുരുപയോഗം ചെയ്തെന്നും സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. കോഴിക്കോട് മുക്കം സർവീസ് സഹകരണ ബാങ്കിലെ കോടികളുടെ സാമ്പത്തിക അഴിമതി കേസിലെ മുഖ്യപ്രതികളായ മുക്കം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാബ് മുല്ലോളി, OK ബൈജു എന്നിവർ കോഴിക്കോട് സഹകരണ ഭവനിലെ പുതുതായി ചുമതലയേറ്റ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ ഔദ്യോഗിക ഓഫീസ് മുറിയിൽ പ്രവേശിച്ച് ഷാൾ അണിയിച്ച് സ്വീകരണം നൽകിയിരുന്നു. സ്വീകരണത്തിന്റെ ചിത്രങ്ങൾ പ്രതികൾ തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ വഴി പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ വൈറലായതോടെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുകയാണ് മുക്കം സ്വദേശിയായ ജാഫർ ഷെരീഫ്. സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും കേസിന്റെ നിഷ്പക്ഷമായ അന്വേഷണത്തെ ബാധിക്കുമെന്നും ജനങ്ങൾക്ക് സഹകരണ വകുപ്പിന്മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും പരാതിയിൽ പരാമർശിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയുടെ ഉള്ളടക്കം. ഇത്തരം അഴിമതി നടത്തുന്നവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഇതിലൂടെ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ്, നടപടിയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ചട്ടലംഘനമാണ്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കും. 2008 മുതൽ 2023 വരെ മുക്കം സഹകരണ ബാങ്കിന്റെ ഭരണസമിതി അംഗമായിരുന്ന കാലത്താണ് OK ബൈജു അഴിമതി നടത്തിയതായി കണ്ടെത്തിയത്. സർക്കാർ പ്രഖ്യാപിച്ച കാർഷിക ആശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇഷ്ടക്കാർക്ക് പണം തിരിമറി നടത്തി നൽകി എന്നതായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ. അഴിമതി കേസ് പ്രതികളായ കോൺഗ്രസ് നേതാക്കളുടെ സ്വീകരണത്തിന് എന്തിന് ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ നിന്നുകൊടുത്തു എന്ന ചോദ്യമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.